ഹലോ. സോ ഈ ഒരു വീഡിയോ ഞങ്ങൾ ഫാമിലി ആയിട്ട് ഊട്ടിക്ക് ട്രിപ്പ് പോയൊരു വീഡിയോ ആയിരുന്നു കേട്ടോ. അപ്പോൾ പുലർച്ചെ ഒരു 4:30 ആവുന്ന സമയത്ത് നമ്മൾ മഞ്ചേരിക്ക് എത്തിയതായിരുന്നു കേട്ടോ. അതേപോലെ തന്നെ മാമനും ഫാമിലിയും പിന്നെ അമ്മയുടെ കുറച്ച് റിലേറ്റീവ്സ് ഉണ്ട്, അമ്മയുടെ ഫാമിലി അവരെല്ലാവരും ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും കൂടി രണ്ടത്താണിയിൽ നിന്ന് മഞ്ചേരി എത്തി. പിന്നെ നമ്മൾ ജോയിൻ ചെയ്തിട്ട് അങ്ങനെ പോവായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാ മാമൻ വേഗം ചെക്കനോട് പറയാ, വേഗം വരൂ, കയറാൻ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ജേണി എന്നൊക്കെ പറയായിരുന്നു കേട്ടോ. അതാ നമ്മൾ വണ്ടിയിലൊക്കെ കയറിയിരുന്നതാ, നമ്മൾ ഇത്രയും പേരുണ്ടായിരുന്നു കേട്ടോ പോകാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതാ യാത്ര സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ മുന്നേ കുറച്ച് മേശാപ്പൂവും കാര്യങ്ങളൊക്കെ ഇതാ ഇവിടെ കുറച്ച് ഇവർ ഫാമിലിയിൽ നിന്ന് അവർ കൊടുന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കത്തിച്ചതിന് ശേഷമാണ് കേട്ടോ നമ്മൾ ഒരു തടസ്സം ഒന്നും ഉണ്ടാവരുത് എന്നുള്ള രീതിയിൽ കത്തിച്ചിട്ട് നമ്മളെ ജേണി ബിഗിൻ ചെയ്യാണ് കേട്ടോ. സോ അതിന് ശേഷമാണ് കേട്ടോ നമ്മൾ യാത്ര തുടങ്ങിയത്. അപ്പോ ഇങ്ങനെ ഒരു ടൂറിന്റെ പിന്നിൽ പ്രവർത്തിച്ച വയനക്കോട് വേലയുടെ ക്ഷീണത്തിലാണെങ്കിലും കൂടിയിട്ട് നമ്മൾ ഈ ടൂറ് ഉഷാറാക്കാൻ വേണ്ടിയിട്ട് നൂനും എത്തിയിട്ടുണ്ട്. അപ്പോ എല്ലാവരും എൻജോയ് ചെയ്യാന്ന് നമ്മളൊരു പറക്കാൻ പറ്റാത്തൊരു ട്രിപ്പ് ആവാൻ മാത്രം ഇത് അങ്ങനെ കുറച്ച് നേരം വെളുത്തപ്പോൾ എല്ലാവരും സ്നാക്സൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഏതാണ്ട് ഗൂഡല്ലൂർ എത്താനായി തോന്നുന്നു. അപ്പം പിന്നെ പാട്ട് പിന്നെ പ്ലേ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നല്ല അടിച്ച് പൊളിച്ച് നമ്മൾ ട്രിപ്പ് എൻജോയ് ചെയ്ത് പോവാണ് കേട്ടോ. അങ്ങനെ പിന്നെ ഇതാ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുള്ള സമയമായി. നമ്മളിതാ എല്ലാവരും ഫുഡൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കുകയാണ്. നല്ല പൊറോട്ടയും നല്ല ചിക്കൻ ലിവറിൻ്റെ നല്ല കറിയും വെജിറ്റബിൾ സ്റ്റൂ എന്തൊക്കെയോ ഉണ്ടായിരുന്നു. ഇപ്പം ഞാൻ പൊറോട്ടയും എന്തായിരുന്നു ലിവർ കറിയായിരുന്നു കേട്ടോ കഴിച്ച്, അടിപൊളിയായിരുന്നു. ഇങ്ങനെ എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ആക്ച്വലി ഈ ടൂറ് നമ്മൾ കുറച്ച് മുന്നേ പോയതായിരുന്നു കേട്ടോ. പക്ഷെ അപ്ലോഡ് ചെയ്തിടാൻ ലേറ്റായിപ്പോയി. ഓരോ കാരണം കൊണ്ട് അങ്ങനെ ലേറ്റായി പോയതാട്ടോ. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചതിന് ശേഷം നെക്സ്റ്റ് ഫോട്ടോ സെഷൻ. എവിടെ ഇറങ്ങിയാലും ഫോട്ടോ എടുക്കാതിരിക്കില്ലല്ലോ. അതാ ഒരു ഫോട്ടോഗ്രാഫറെ വരെ മാമൻ സെറ്റപ്പാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഫോട്ടോസൊക്കെ ഫാമിലി ആയിട്ടും കപ്പിൾസായിട്ടും ഒക്കെ ഫോട്ടോ എടുത്തിട്ട് നമ്മൾ വീണ്ടും ഇതാ യാത്ര തുടരുകയാണ് കേട്ടോ. പിന്നെ ബസ്സിൽ നിന്നുള്ള ഡാൻസൊക്കെ കണ്ട അടിപൊളിയായിരുന്നു കേട്ടോ. അങ്ങനെ വീണ്ടും ഒരു നല്ലൊരു സ്പോട്ട് കണ്ടപ്പോൾ നമ്മൾ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിരുന്നു കേട്ടോ. നല്ല ഒക്കേഷ്യ മരത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ടൊക്കെ വെച്ചിട്ട് എല്ലാവരും നല്ല ഫോട്ടോസൊക്കെ നമ്മളെ ഫോട്ടോഗ്രാഫർ എടുത്ത് തന്നിട്ടുണ്ടായിരുന്നു, അടിപൊളിയായിട്ട്. അപ്പം പോസും ഒക്കെ ആൾ പറഞ്ഞു തരും. അപ്പം നമ്മൾ അതിനനുസരിച്ചിട്ട് അങ്ങനെ ഫോട്ടോ ഒക്കെ എടുത്തു. സൂപ്പറായിരുന്നു. ഏതായാലും കുറേ പേരുള്ളതിനെ കൊണ്ട് നമ്മുടെ ഫാമിലി ആയിട്ടും കുറേ എടുത്തു, കപ്പിൾസ് ആയിട്ടും എടുത്തു. എന്താ പറയുക, മൊത്തത്തിൽ എല്ലാവരും കമ്പൈൻ ചെയ്തിട്ട് മൊത്തത്തിൽ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ലിപ്സ്റ്റിക് ഇടുന്നതിന് തിരക്കിലാണ് ഇവിടെ കുറച്ച് പേര്. ആ ഉണ്ണിമായ പറഞ്ഞു, നിങ്ങൾ എന്തെങ്കിലും കേട്ടോ, പല്ലുരുക്കി പിടിച്ചിട്ട് ആള് പറഞ്ഞു. അവിടുന്ന് നേരെ നമ്മൾ ഇനി അടുത്ത സ്പോട്ടിലേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ നേരെ പോണതാ ഈ സ്ഥലത്ത് വന്നിട്ടാണ് നമ്മൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത്. അതിനുശേഷം ഇവിടെ ഒരു എന്താ പറയുക, മൊത്തത്തിലൊരു ഒഴിഞ്ഞൊരു സ്ഥലമാണ് കേട്ടോ. നല്ല രസമുണ്ട്. അതേമാതിരി നല്ല പൊടിക്കാറ്റ്, നല്ല കാറ്റായിരുന്നു. വായയിലേക്ക് പൊട്ടിയിട്ട് പറക്കുക. നല്ല കാറ്റുണ്ടായിരുന്നു. വെയിലനുസരിച്ച് കുറച്ച് ചൂടുണ്ടായിരുന്നു. എന്നാൽ കുറച്ച് തണുപ്പുണ്ടായിരുന്നു. അങ്ങനത്തെ ഒരു ക്ലൈമറ്റ് ആയിരുന്നു. നല്ല കാറ്റാണ്. കാറ്റിൽ
അതിൻ്റെ ഇടയിൽ കൂടെ ഒരാൾ എപ്പോഴും ഉള്ളത് ഇങ്ങനത്തെ ഓരോ പൂക്കൾ പറിച്ചിട്ട് മമ്മിക്ക് കൊണ്ടുതരും. മാസ്ക് വേണ്ടിയിരുന്നു, ആക്ച്വലി നല്ല പൊടിയായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഞാനിവിടെ വരുന്നതിൻ്റെ തൊട്ട് ഒരു മാസം മുന്നേ ഊട്ടിയിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അവിടുത്തെ റെസിഡൻസ് അസോസിയേഷൻ്റെ ലേഡീസ് ഓൺലി ട്രിപ്പ് അങ്ങനെ വന്നിരുന്നു കേട്ടോ. ഞാനിവിടെ ഒരാളെ കാണിച്ചായിരുന്നു. ഒരാളിതാ കാറ്റത്ത് പറത്തിയിട്ട പട്ടം പോലെ പറന്ന് കളിക്കുന്നു. ഇതാ മാമിക്കൊക്കെ ഇതാ തണുപ്പടിച്ച് തുടങ്ങിയെന്ന് തോന്നുന്നു കേട്ടോ. ബ്ലാങ്കറ്റൊക്കെ ഇട്ട് ഇങ്ങനെ പൊതിച്ച് നിൽക്കുന്നുണ്ട്. പിന്നെ ഇതാ നമുക്കിതാ ആ കാണുന്ന സ്ഥലത്തേക്കാണ് കേട്ടോ പോവാനുള്ളത്. അപ്പം ഇവിടുന്ന് കുറച്ച് അങ്ങോട്ട് നടക്കാനുണ്ട്. അപ്പം അവിടെ എത്തിയിട്ട് ഇതാ നമ്മളൊരു കമ്പൊക്കെ മേടിച്ചു. ചൂടോടെ ലൈവായിട്ട് നമുക്കിങ്ങനെ ചുട്ട് തരും കേട്ടോ. അപ്പോൾ ഇതാ ഇതിൻ്റെ മുകളിലാണ് കേട്ടോ നമ്മളവിടെ എത്തുമ്പോഴത്തേക്കും എല്ലാവരും പോയിട്ട് തിരിച്ചു വരാൻ തുടങ്ങി. അതിൻ്റെ മുകളിൽ നല്ല പൊടിയുണ്ട്. അപ്പം പൊടി ഓവറായത് കാരണം നമ്മൾ കയറിയില്ല. നമ്മൾ ഇവിടുന്ന് ഒരു കമ്പൊക്കെ മേടിച്ചു. നല്ല മുളക് പൊടിയൊക്കെ ഇട്ട് കമ്പം മേടിച്ചിട്ട് അത് കഴിച്ചു കേട്ടോ. നല്ല സ്റ്റീം ചെയ്തതാണ്. ചുട്ടതും ഉണ്ടായിരുന്നു, സ്റ്റീം ചെയ്താട്ടോ മേടിച്ചത്. നല്ല ചൂടാണ്. എന്നിട്ട് പിന്നെ അവിടുന്ന് നേരെ ഇതാ നമ്മൾ അടുത്ത ഡെസ്റ്റിനേഷൻ അങ്ങോട്ടാട്ടോ പോകുന്നത്. അപ്പോൾ നേരെ പോകുന്നത് നമ്മൾ ടീ ഫാക്ടറി അവിടേക്കാണ്. അവിടെ നമുക്ക് ഫുഡ് കഴിക്കാനുള്ള ഒരു സ്ഥലം കൂടി കണ്ടു വെച്ചിട്ടാട്ടോ നമ്മളവിടെ പാർക്ക് ചെയ്യാന്ന് വിചാരിച്ച്. അവിടെ റോപ്പിൽ പോകുന്ന വ്യൂ ഒക്കെ നമുക്ക് അവിടെ നിന്നാൽ കാണാൻ പറ്റും കേട്ടോ. ഇങ്ങനെ ഫുഡ് കഴിക്കാൻ വേണ്ടി റെഡി ആയിട്ട് ഫുഡൊക്കെ ബസ്സിൽ നിന്ന് എല്ലാവരും എടുത്ത് എല്ലാവർക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാണ്. നല്ല ബിരിയാണി ആയിരുന്നു കേട്ടോ. അതാ നല്ല അടിപൊളി. വിശപ്പിൻ്റെ ആഘാതം കൊണ്ടാണോ എന്നറിയില്ല, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നല്ല ചിക്കൻ ബിരിയാണി ആയിരുന്നു കേട്ടോ, സൂപ്പറായിരുന്നു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മളിതാ നേരെ ടീ ഫാക്ടറിയിലേക്ക് കയറാൻ പോവാണ് കേട്ടോ. അപ്പം നമുക്ക് ഇങ്ങനത്തെ ഒരു ബാൻഡ് കെട്ടിത്തരുവേ. കാരണം നമ്മൾ എന്ത് പർച്ചേസ് ചെയ്താലും ഇത് കാട്ടിക്കൊടുത്തിട്ടാ കേട്ടോ നമ്മൾ മേടിക്കുമ്പോൾ അതിൻ്റെ ബാർകോഡ് അവിടെ കാണിക്കണം. അപ്പോൾ ഇതാ നമ്മൾ സ്റ്റെയറൊക്കെ കയറിയതാ ഇങ്ങോട്ടെത്തി. അതാ നമ്മളെ മുന്നിൽ പോകുന്ന ആൾക്കാരൊക്കെ അവിടെ വെയിറ്റിങ്ങിലായിരുന്നു കേട്ടോ, കാത്ത് നിൽക്കുകയായിരുന്നു. ഇനി നമുക്ക് ഏതായാലും ഉള്ളിൽ കയറി നോക്കാം കേട്ടോ. അതിൻ്റെ ടീ ഫാക്ടറിൻ്റെ പ്രൊഡക്ഷൻ യൂണിറ്റൊക്കെ നമുക്കൊന്ന് കണ്ടിട്ട് വന്നാലോ. എല്ലാവരും ഇതാ ഹായ് ഇതിരാണ്. സോ എൻ്റെ കൂടെ പോകുന്നോളൂ ഉള്ളിലേക്ക്. ഉള്ളിലേക്ക് കയറുന്ന സമയത്ത് ടീ മ്യൂസിയം എന്ന് എഴുതിയിട്ടുണ്ടാവും കേട്ടോ. പിന്നെ അതിനെക്കുറിച്ചുള്ള കുറേ ടീൻ്റെ ഓരോ കാര്യങ്ങളൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഒറിജിൻ ഓഫ് ടീ ഇൻ ഇന്ത്യ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. ടീ ബീൻ എക്സ്പോർട്ടഡ് ടു ഇംഗ്ലണ്ട്, ഒറിജിൻസ് ഓഫ് ടീ ഇൻ നീലഗിരി, അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഉള്ളിലെത്തിയപ്പം തേയില അതിങ്ങനെ ഒരു ബഞ്ചസ് ഓഫ് ബക്കറ്റല്ല, ഒരു ഇതിൽ കണ്ടെയ്നറിൽ അതെടുത്തിട്ട് എടുത്ത് ഇങ്ങനെ റൗണ്ട് ചെയ്തിട്ട് ഇങ്ങനെ ഓരോന്ന് വരുമ്പോൾ ഓരോന്നായിട്ട് ഇങ്ങനെ വന്നിട്ട് ആ സാധനത്തിലേക്ക് ഇടുകയാണ് കേട്ടോ. വലിയ വലിയ മെഷീൻസാണ്, അതിങ്ങനെ പൗഡർ ആക്കുകയാണ് ഇലകൾ. അത് ഗ്രീൻ കളർ, പിന്നെ അത് ഉണക്കുക, എന്തൊക്കെയോ പ്രോസസ്സിങ് നടക്കുന്നുണ്ട്. ഇത്രയും വലിയ മെഷീനറീസ് ഒക്കെ കേട്ടോ. അതിൻ്റെ ഉള്ളിലൊക്കെ നിറച്ചും ഈ ഇലയുടെ സ്മെല്ലായിരിക്കും. പിന്നെ ബ്ലാക്ക് പൗഡറായിട്ട് ഇനി ലാസ്റ്റ് പാക്കിംഗ് സെക്ഷനിലേക്ക് എത്തി കേട്ടോ. നമ്മൾ എന്നിട്ട് താഴെ എത്തുന്ന സമയത്ത് നമുക്ക് ചെറിയ കപ്പ് ഓഫ് ടീ കിട്ടും. നല്ല ടേസ്റ്റുള്ള ടീ ആയിരുന്നേ, നല്ല സൂപ്പറായിരുന്നു. എല്ലാവരും ടേസ്റ്റ് ചെയ്യുന്ന അടിപൊളിയായിരുന്നു കേട്ടോ. ഇനി നമുക്ക് അവിടുത്തെ വെറൈറ്റി ടീസൊക്കെ മേടിക്കുക. കാഡമം ടീ, ചോക്ലേറ്റ് ടീ, സ്ട്രോങ് ടീ, ബ്ലാക്ക് ടീ, ഗ്രീൻ ടീ, ജിഞ്ചർ ടീ,
അപ്പം നമ്മൾ മേടിച്ച 2 ഐറ്റം മേടിച്ചിട്ടുണ്ടായിരുന്നു. ഇതാ ലെമൺ ടീ, പിന്നെ അതേപോലെ തന്നെ ജിഞ്ചർ ബ്ലാക്ക് ടീ. രണ്ടും ബ്ലാക്ക് ടീസ് ആണ് കേട്ടോ. എന്നിട്ട് അവിടുന്ന് നേരെ ചോക്ലേറ്റ് ഫാക്ടറിയിലേക്കാണ് കേട്ടോ പോയത്. അവിടെ കയറുമ്പോൾ തന്നെ നമുക്ക് സാമ്പിൾ ചോക്ലേറ്റ്സ് കിട്ടും. നല്ല സാമ്പിളൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ സാമ്പിൾസിലുള്ള ഐറ്റംസ് ആട്ടോ കുറച്ച് മേടിച്ചിട്ടുണ്ടായിരുന്നു. ഇത് അവിടെ പാക്കിംഗ് സെക്ഷനൊക്കെയാണ്. പിന്നെ നമ്മൾ മേടിച്ചത് സാമ്പിളിലുള്ള ഐറ്റം തന്നെയായിരുന്നു കേട്ടോ. റൈസ് ക്രിസ്പി നട്ടി ചോക്ലേറ്റ് ആയിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അവിടുന്ന് നേരെ പിന്നെ പോയത് ബൊട്ടാണിക്കൽ ഗാർഡനിലേക്കായിരുന്നു കേട്ടോ. അവിടെ അത്യാവശ്യം നല്ല ക്രൗഡായിരുന്നു. അപ്പം ടിക്കറ്റിന് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റിങ്ങിലായിരുന്നു കേട്ടോ. കണ്ടോ, അത്യാവശ്യം നല്ല തിരക്കുണ്ട്. അങ്ങനെ ഇതാ നമ്മൾ ഉള്ളിലെത്തിയപ്പം നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. മോൻ ഇവിടെ ഫസ്റ്റ് ടൈമാണ് വരുന്നത്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഊട്ടിയിലേക്ക് വന്ന സമയത്ത് മോൻ വരേണ്ടതായിരുന്നു, പക്ഷെ അവന് വയ്യാത്തതിനെ കൊണ്ട് കൊടുന്നിട്ടില്ലായിരുന്നു കേട്ടോ ഒന്ന്. പിന്നെ ബൊട്ടാണിക്കൽ ഗാർഡനിൽ എപ്പോൾ വന്നാലും ചേഞ്ച് ആവാത്ത ഇവിടുത്തെ ഒരു ക്ലൈമറ്റാണ് കേട്ടോ. ബാക്കിയൊക്കെ ഒരേപോലെ തന്നെ കാണാൻ. പിന്നെ അതാ അവിടുന്ന് നേരെ നമ്മൾ ഗ്ലാസ് ഹൗസിലേക്ക് പോയി. അവിടെ അതാ നമുക്ക് ഇഷ്ടം പോലെ വെറൈറ്റി ഫ്ലവേഴ്സ് കാണാം. അതേപോലെ തന്നെ ഒരു പ്രത്യേക വൈറ്റ് കളറുള്ള ഒരു ചെടി കേട്ടോ, നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. ഇഷ്ടം പോലെ പൂക്കൾ നന്നായിട്ട് ഇങ്ങനെ കുറേ ഇത് കാണുമ്പോൾ നല്ല രസമുണ്ട്. ഒക്കെ ഒരുമിച്ച് ഇങ്ങനെ നല്ല രീതിക്ക് അറേഞ്ച് ചെയ്ത് വെച്ചിട്ട് സൂപ്പറായിട്ടുണ്ട്. പിന്നെ ഇവിടെ എന്താ വെച്ചാൽ ചില സ്ഥലത്തൊക്കെ പുല്ലൊക്കെ പോയിക്കുന്ന ഒരു ഗ്രീനറി കിട്ടുന്നില്ല. നമ്മുടെ ഗ്രൗണ്ടിലൊക്കെ കുറേ സ്ഥലത്ത് പുല്ലൊക്കെ പോയി ഉണങ്ങിപ്പോയ പോലെ ഉണ്ട് കേട്ടോ. ആക്ച്വലി എപ്പോഴും ഇത് നല്ലൊരു ഗ്രീനറി ആയിട്ട് നിൽക്കുമ്പോഴാണ് നമുക്ക് ഭയങ്കര ഇഷ്ടപ്പെടുക, നല്ല രസം തോന്നുന്നു. അങ്ങനെ ഇതാ ഇരുടായി വരുന്നുണ്ട് കേട്ടോ. നല്ല തണുപ്പ് ഇങ്ങനെ കയറി വരുന്നുണ്ട്. നമ്മൾ ഏതാണ്ട് അവിടുന്ന് പോരുകയാണ് കേട്ടോ. അപ്പോൾ പോരുന്ന വഴിക്ക് നമ്മൾ ബൊട്ടാണിക്കൽ ഗാർഡൻ്റെ പുറത്ത് ഇങ്ങനത്തെ ഓരോ സാധനങ്ങൾ വിൽക്കുന്നുണ്ടായിരുന്നു. നമ്മൾ പൈൻ മരത്തിൻ്റെ കായല്ലേ, അതിങ്ങനെ ഷോ പീസായിട്ടുള്ള അത് 2 മേടിച്ചു. എന്നിട്ട് നമ്മളിതാ നേരെ ബസ്സിലേക്ക് പോവാണ് കേട്ടോ. അപ്പം നമ്മൾ ഈ വീഡിയോ ഇവിടെ കഴിയാണ്. സോ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ടാറ്റാ.